മെസ്സിയുടെ കേരള സന്ദർശന വിഷയത്തിൽ കായിക വകുപ്പ് മന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കേരളത്തെ വഞ്ചിച്ചെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷമുണ്ടായി. മന്ത്രി സ്പെയിനിൽ പോയത് മെസ്സിയെ ക്ഷണിക്കാനല്ല, പണം പുട്ടടിക്കാനാണെന്ന് നടൻ ജോയ് മാത്യുവും പരിഹസിച്ചു. അടുത്ത ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ 7 ദിവസം മെസ്സി കേരളത്തിലുണ്ടാവും. മെസ്സിയുടെ കേരള സന്ദർശനം സംബന്ധിച്ച പ്രതീക്ഷകൾ അസ്തമിച്ചതോടെ വ്യാപക വിമർശനങ്ങളാണ് മന്ത്രിക്കും സ്പോൺസേഴ്സിനുമെതിരെ ഉയരുന്നത്. മന്ത്രിയുടെ ആഗ്രഹമായിരിക്കും അദ്ദേഹം പറഞ്ഞതെന്നും ഇക്കാര്യം മെസ്സി അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ലെന്നും നടൻ ജോയ് മാത്യു. ഒന്നാമത് അർജന്റീനയിലുള്ള മെസ്സിയിലേക്കാണ് അവർ സ്പെയിനിലാണ് പോയത്. ഇത് കൂട്ടടിക്കാന്നല്ലേ വേറെന്ത്. മെസ്സി വിഷയത്തിൽ ഏറെ ദുരൂഹതയുണ്ടെന്നും മന്ത്രി സ്പെയിനിലേക്ക് ടൂർ പോയതല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇക്കാര്യം വിശദീകരിക്കണമെന്നും BJP കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് 24നോട് പറഞ്ഞു. മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് മന്ത്രി വിദേശത്തേക്ക് പോയി. വിദേശത്തേക്ക് ടൂർ പോയതാണോ എന്ന് ഇപ്പോൾ സംശയിക്കേണ്ടി വരുന്നു. മന്ത്രി കായിക കേരളത്തെ വഞ്ചിച്ചുവെന്ന് ആരോപിച്ച് താനൂരിലെ ക്യാമ്പ് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ ഒടുവിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.